എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ശബരിമലയിലേക്ക് സ്പെസിഫിക്കലി വരാം. അതിനു മുമ്പ് നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, ഇവരെല്ലാം വളരെ കൃത്യമായ ഇത്തരത്തിലുള്ള ഇന്റഗ്രിറ്റി പുലർത്തുന്നവരാണോ? അല്ലല്ലോ. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കർത്ത എന്നുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരിമണൽ വ്യവസായിയുടെ സ്ഥാപനത്തിലെ കണക്കുകളുടെ എക്സൽ ഷീറ്റും വേർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്ക് എന്താ പറഞ്ഞത് ശരിയല്ലേ? അവർക്ക് കരാർ കൊടുത്തതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളത് അത് നിയമപരമായ മാർഗത്തിലൂടെ കൊടുത്ത ഒരു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാർ. ശ്രമിക്കുകയാണ്. എന്താ കാരണം? ഇത് ഇത്തരത്തിലുള്ള ആളുകളുമായി രാഷ്ട്രീയാധികാരത്തിന്റെ ബന്ധമാണ്. കേരളത്തിൽ പാരിസ്ഥിതിക ലംഘനത്തിന്, വ്യവസായ നടത്തിപ്പിലെ നിരവധി നിയമലംഘനങ്ങൾക്ക് ആരോപണം നേരിടുന്ന ഒരു വ്യവസായിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ആ സേവനത്തിനുള്ള പ്രതിഫലമായി എന്നുള്ള മട്ടിൽ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ? നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണത്. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കും, പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണെത്തിക്കലായിട്ടുള്ള കോഴ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ടത്. നമുക്ക് എന്തെങ്കിലും പരാതി, CPM-കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായോ? CPM-ന്റെ നേതൃത്വം അതിൽ ഇടപെട്ടോ? ഇല്ല. അതായത് ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക് അത് പോറ്റി മുതൽ ഈ പറയുന്ന കരിമണൽ വ്യവസായ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ മറുപടി പറയാം. സൗകര്യപ്പെടുകയല്ല. 10 ലക്ഷം ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ആക്രമിക്കുക, ഇതിന് എന്നെ കിട്ടത്തില്ല, ഇത്തരം ആളുകളായിട്ട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുക. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട് 10 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ പിഴയടിക്കും. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. 2 ഹൈക്കോടതി തള്ളി. അടി വാങ്ങിച്ച മാത്യു കുഴൽനാടൻ 1 ലക്ഷം റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ആ പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുക പറയാണ്. അയാളെ പുറത്താക്കിയില്ല, ഞാൻ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ പറയുന്ന തെമ്മാടി കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്ക് അത്തരം പരാമർശങ്ങൾ പാടില്ല. അത്തരം പരാമർശങ്ങളെ പാടില്ല. ഇത് നോക്കൂ, ഈ പാനലിൽ 4 പേരുണ്ട്. പാനലിൽ 4 പേരുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവകരമായി അധിക്ഷേപകരമായ വാക്കല്ലേ അങ്ങ് ഉപയോഗിച്ചത്? കാര്യമല്ല, ഇത് കേൾക്കാൻ സൗകര്യമില്ല. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ പാനലിലുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടുന്നതായിരിക്കല്ലോ അല്ലെ, സ്വാഭാവികമായും ഈ പാനലിൽ ഇതിന്റെ ബോർഡിലിരിക്കുന്ന ആളുകളെ മുഴുവനും ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കും. ഒരു ചാനലും വേണ്ട ഇവിടെ, ഒരു ചാനലിലും ചാനൽ വേണ്ട എന്നൊക്കെയുള്ളത് വല്ലാത്ത തിക്കൂരമായി പോയി. അല്ല, പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്ന് വഴങ്ങുമോ? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചാൽ എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി 10 ലക്ഷം രൂപ പിഴയടിക്കുമെന്ന് പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്താനം പറയുന്നത്. ശരി നോക്കൂ, അല്ല, നമ്മൾ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കും. അതെ, ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന അത്തരം വിഷയത്തെ ചർച്ചയ്ക്ക് ഞങ്ങളില്ല. മാധു തടഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ചർച്ചക്കല്ല ഞാൻ വന്നത്. ഞാനൊന്ന് പറയട്ടെ. ചർച്ചയ്ക്ക് ഭയമില്ല. അത് ശരി. ചർച്ചയ്ക്ക് ഭയമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം ചർച്ച ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളില്ല. ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ. 10 ലക്ഷം എന്നാ പറഞ്ഞത്. ഓടി
ആ ഓടിയ കുഴൽനാടൻ ചത്തു. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയല്ലേ? ഞാൻ എന്താ പറയേണ്ടത്? എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം, മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടം എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച 3 പേർ തെമ്മാടിക്കൂട്ടങ്ങളിൽ എന്നെ പറഞ്ഞോളൂ. ഏതായാലും വലിയ മാനക്കട. എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങ് ബഹുമാനിച്ച് ഞാൻ വേണമെങ്കിൽ കേൾക്കാം. നമ്മൾ അതിനു മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ ശ്രീ അനിൽകുമാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആർക്കും പറ്റും ഒന്നൊന്നുമല്ല, ശരിയാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇത് വല്ല ഇടങ്ങേറായ ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. അതാണ് ചർച്ചയെങ്കിൽ ഞാൻ ഇതിനു മുൻപ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്നേ. ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്നേ. നീ അറിഞ്ഞ ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്, മാധുവിനെ അല്ല പറഞ്ഞത്. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തു. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിനിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല ശ്രീ അനിൽകുമാർ. ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ ചർച്ച ബഹിഷ്കരിച്ചിരിക്കുന്നു. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. ഇതൊക്കെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ, സംവാദ വിരുദ്ധമായ ശൈലികളാണ്. ഇത് ഇന്നും ഇന്നലെയുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതല്ല. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. ഇതിനെ ഒന്ന് അംഗീകരിച്ച് ഇതിനു മുമ്പിലൊക്കെ കുനിഞ്ഞു നിന്ന് പോകേണ്ട ഒരു സംഭവമല്ല. ഇത് തിരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനാധിപത്യ സമൂഹത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. അവൻ പറഞ്ഞ നേരെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും വേണ്ട എന്ന് ഇറങ്ങിപ്പോയ അനിൽകുമാറിനോട് മാത്രമല്ല CPM നേതൃത്വത്തോടും അത്തരത്തിലുള്ള ധാരണയുള്ള എല്ലാവരോടും ഇവിടെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിമണൽ വ്യവസായിയുടെ ഉദാഹരണം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൗരപ്രമുഖന്മാർക്ക് പ്രത്യേക സീറ്റുള്ള കാര്യാലയമാണ് മുഖ്യമന്ത്രിയുടെ എന്ന് മലയാളികൾക്ക് എല്ലാം അറിയാം. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഭരണം നടക്കുന്നത്. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. സാമാന്യമായ സാമ്പത്തിക വരുമാനത്തിന് മുകളിൽ നിൽക്കുന്ന ഈ കേരളത്തിലേക്ക് ഒരാൾക്ക് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഈ സ്വർണ്ണ മുതലാളി ഇവിടെ വാങ്ങിക്കൊടുത്ത് പോലീസിന്, കേരളത്തിലെ പോലീസ് വകുപ്പിന് ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇങ്ങനെ ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് അദ്ദേഹം വരുന്നു, അയാളുടെ കൂടെ ഈ പോറ്റി എന്ന് പറയുന്ന ആൾ വരുന്നു. ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണ എല്ലാവർക്കും കയറി ചെല്ലാവുന്ന സ്ഥലമാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രമെടുക്കുന്നതിന് വേണ്ടി പോറ്റിയെയും അയാളുടെ ഒപ്പമുള്ളവരെയും വീണ്ടും നിർത്തി കൊടുക്കുന്നത് പിന്നിൽ നിൽക്കുന്ന ശശിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണാം. നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ CPIMന്റെ നേതൃത്വത്തിലുള്ള ആളുകളിൽ പലരുമായിട്ടും, അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായി അറിയുന്ന പോലെ CPIMന്റെ മുൻ MLAയും സംസ്ഥാന മെമ്പറും ഒക്കെ ആയിട്ടുള്ള പത്മകുമാറും വാസുവും ഇവരുടെ ആൾക്കാരുമല്ലേ ഈ ജയിലിൽ കിടക്കുന്നത്. മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ഇവര് ജനങ്ങളുടെ നേരെ ഇത് പറയുന്നവർക്ക് നേരെ മുക്കിട്ട് കയറുക എന്നുള്ളൊരു പരിപാടിയാണ് എടുക്കുന്നത്. അതായത് CPIMന്റെയും ഭരണത്തിന്റെയും നേതൃതലത്തിലുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്സസ് കിട്ടുക. ഈ ആക്സസ് ഉപയോഗിച്ചിട്ടാണ് 2019-ലും 2025-ലും ഒക്കെ ഈ കൊള്ളയ്ക്ക് പോറ്റിക്ക് അവിടെ അനുവാദം കിട്ടിയത്. സ്വർണം ചെമ്പാക്കി മാറ്റുന്നതിനുള്ള പരിപാടിയിൽ ഒപ്പുവെച്ചതും ഇത് കടത്തിയതും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണുന്നു. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.